നസുരൻ സാർ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ എന്തുകൊണ്ടാണ് തിരിച്ചടിക്കാത്തത്? കനത്തമായിട്ടുള്ള ഒരു പ്രഹരം എന്തുകൊണ്ട് പാകിസ്ഥാൻ ഏൽപ്പിക്കുന്നില്ല എന്ന ചോദിക്കുകയാണ് പല ആളുകളും. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണികൾ വരുന്നു. കഴിഞ്ഞ ദിവസം ടർക്കിഷ് ഷിപ്പ് പാകിസ്ഥാനിലെ കറാച്ചി പോർട്ടിൽ എത്തുന്നു. അപ്പോ എന്തുകൊണ്ട് ഇന്ത്യ ഇത്രയൊക്കെ ഉണ്ടായിട്ടും പാകിസ്ഥാന്റെ ഇപ്പൊ നിയന്ത്രണ രേഖയില് തുടർച്ചയായിട്ട് 10 ദിവസം പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇത് വൈകുകയാണോ? ഇന്ത്യ എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യാത്തത്? അതായത് ഒരു സർജിക്കൽ സ്ട്രൈക്ക്, യുദ്ധം, ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിൽ പോലും വളരെയേറെ ആസൂത്രണങ്ങൾക്ക് ശേഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നടപ്പാക്കപ്പെടുന്നത്. പക്ഷെ പെട്ടെന്ന് നടത്തും, പെട്ടെന്ന് തീരും. ഒരു യുദ്ധം അങ്ങനെയല്ല. ഒരു യുദ്ധം ആരംഭിച്ചാൽ അത് എപ്പോൾ തീരും എന്ന് നമുക്ക് കൃത്യമായി നിർവചിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തീരുമാനമെടുക്കുന്നത് സർക്കാരോ ഗവൺമെന്റോ ഒന്നുമല്ല, പ്രധാനമന്ത്രിയോ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല, പട്ടാളമാണ്. ആകെപ്പാടെ ചെയ്യാൻ കഴിയുന്നത് ഗവൺമെന്റിന് അതിനുള്ള അനുമതി പട്ടാളത്തെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ അനുമതി നിഷേധിക്കാം എന്നത് മാത്രമാണ്. യുദ്ധം ചെയ്യേണ്ടത് പട്ടാളക്കാരാണ്. ഇതിനു മുമ്പ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പട്ടാളത്തോട് പറഞ്ഞത് മാർച്ച് മാസത്തിൽ യുദ്ധം ആരംഭിക്കണം എന്നാണ്. പക്ഷേ പട്ടാളം പറഞ്ഞു മാർച്ച് മാസത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള പ്ലാനിങ്ങുകൾ ഇതൊക്കെ പൂർത്തിയാക്കിയിട്ട് വേണം യുദ്ധത്തിലേക്ക് കടക്കാൻ. എന്നിട്ട് 6 മാസം കഴിഞ്ഞ് ഒക്ടോബറിലാണ് യുദ്ധം ആരംഭിച്ചത്. ഞാനിത് പറയാൻ കാരണം, യുദ്ധം എന്നുള്ളത് ഒരു സെൻസേഷണൽ ന്യൂസ് ആയിട്ട് മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. ഇതാ യുദ്ധം തുടങ്ങുകയാണ്, ഇപ്പൊ തുടങ്ങും, വൈകിട്ട് തുടങ്ങും, ഇല്ലെങ്കിൽ രാവിലെ തുടങ്ങും, രാത്രി തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് വലിയ വികാരം ഉയർത്തി വ്യൂവേഴ്സിനെ പിടിച്ച് നമ്മുടെ മുമ്പിൽ ഇരുത്താൻ കൊള്ളാം, അല്ലെങ്കിൽ റീഡേഴ്സിനെ കൊണ്ട് വായിപ്പിച്ച് ഹരം കൊള്ളിക്കാൻ കൊള്ളാം. അത് വാർത്ത മാത്രമാണ്. ഈ വാർത്തയ്ക്കപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് അമേരിക്ക വിയറ്റ്നാമിൽ നടന്ന യുദ്ധമാണെങ്കിലും, അല്ലെങ്കിൽ ഇറാനിൽ നടത്തിയ യുദ്ധമാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിലും, പലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണെങ്കിലും, ഇതൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ പിന്നിലുള്ള പ്ലാനിങ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്ലാനിങ് തെറ്റിയാൽ യുദ്ധം പരാജയപ്പെടും. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, പ്ലാനിങ് ഇല്ലാതെ എന്തിനാ യുദ്ധത്തിന് പോയത് എന്നായിരിക്കും. ചോദ്യം ചോദിക്കുന്നവർക്ക് വെറുതെ ചോദിച്ചാൽ മാത്രം മതി. പക്ഷെ ഒരു യുദ്ധം നടത്തുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളും കൃത്യമായ പ്ലാനിങ്ങും ആസൂത്രണവും എല്ലാം വ്യക്തമായി നടപ്പാക്കേണ്ടതുണ്ട്. അതിന് പലതരത്തിലുള്ള ആക്ഷൻ പദ്ധതികൾ വേണ്ടിവരും. ഇപ്പൊ ഒന്നാമത്തേത്, ഇപ്പോൾ ഒരു എ പ്ലാൻ, ബി പ്ലാൻ, സി പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പട്ടാളക്കാര് ആ സംവിധാനം ഉപയോഗിച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മൾ പലരുടെയും ചോദ്യം കേട്ടാൽ തോന്നും, ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണ് പറയാത്തത്, പുറത്തുവിടാത്തത്? ഇനി യുദ്ധം തുടങ്ങിയോ, തുടങ്ങിയില്ലയോ? ഈ കാര്യങ്ങൾ പോലും ഇപ്പൊ ആൾക്കാരെ സംശയിക്കുകയാണ്. ഇപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ദ വാർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ശരിയാണ്, രാഷ്ട്രത്തലവൻ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടാണ് യുദ്ധം ആരംഭിക്കുക. അത് ശരിയാണ്. പക്ഷെ അത് പഴയ കാലം. ഇപ്പൊ അങ്ങനെയല്ല. ഓൾറെഡി യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. സിന്ധു നദീജല കരാർ പിൻവലിച്ചതോടുകൂടി യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ആകാശത്തുകൂടി പറക്കുന്ന വിമാനങ്ങൾക്ക് യാത്രാ അനുമതി നിഷേധിച്ചതോടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ പാകിസ്ഥാനികളും 48 മണിക്കൂറിനകം രാജ്യം വിടണം എന്ന് പറഞ്ഞപ്പോൾ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. യുദ്ധം എന്ന് പറഞ്ഞാൽ തോക്ക്, ബോംബ്, മിസൈല് മാത്രം ഉപയോഗിച്ചുള്ള യുദ്ധമല്ല. അതിന് പല ഘട്ടങ്ങളും പല ഭാഗങ്ങളുമുണ്ട്. ഇതിന്റെ പല ഘട്ടങ്ങളും ഇപ്പോൾ ഓൾറെഡി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്ന, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കാണാൻ കാത്തിരിക്കുന്നത് പോലെ ഉള്ള വെടിക്കെട്ട് സ്റ്റൈലിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ഡേറ്റ് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ പറ്റില്ല. അറിയാമായിരിക്കും, പട്ടാളത്തിന് അറിയാം, സർക്കാരിനും അറിയാം. പക്ഷേ അത് പുറത്തേക്ക് വിട്ടാൽ ആർക്കാണ് ഗുണം ചെയ്യുക? ശത്രു രാജ്യത്തിനാണ് ഗുണം ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പുലർത്തേണ്ട മാന്യത. ഈ ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിന്റെ പേരിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഈ ചോദ്യം ചോദിക്കുന്നവർ മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാധ്യമങ്ങളാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? ഉടനെ കൊടുക്കേണ്ടതല്ലേ, നമ്മളിങ്ങനെ വൈകിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പാകിസ്ഥാന്റെ ഭാഷയാണിത്. നിങ്ങൾക്ക് എന്താ ഭയമാണോ? ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നാടൻ ഭാഷയിൽ ചൊല്ലുണ്ട്, കുരയ്ക്കുന്ന പട്ടി കടിക്കല എന്ന്. ആറ്റം ബോംബ് കയ്യിലുള്ളവൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
ഇന്ത്യ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് തിരിച്ചു പറയാത്തത്? നമ്മുടെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മച്യൂരിറ്റി ഉള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ വേണം ഇക്കാര്യത്തോട് പ്രതികരിക്കാൻ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ 3 സമാന്തര ഭരണങ്ങളാണ് നടക്കുന്നത്. പട്ടാളം ഒരു കാര്യം തീരുമാനിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, മതപണ്ഡിതന്മാര് അല്ലെങ്കിൽ മത തീവ്രവാദികൾ മറ്റൊരു കാര്യം തീരുമാനിക്കുന്നു. 3 ഭരണ സംവിധാനങ്ങൾ പരസ്പര പാരലായിട്ട് ഭരണം നടത്തുന്ന ഒരു പാകിസ്ഥാനെ സംബന്ധിച്ച് ഉത്തരവാദിത്തമില്ലാതെ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. പക്ഷെ ഉത്തരവാദിത്തമില്ലാതെ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങൾ ഭാരതത്തിലിരുന്നു കൊണ്ട് മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ പാകിസ്ഥാനെ സഹായിക്കുന്നു എന്ന് തന്നെയാണ്. ഇവിടെ പാകിസ്ഥാനെ പ്രത്യക്ഷത്തിൽ സഹായിക്കാനായിട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് തുർക്കിയും അതോടൊപ്പം തന്നെ ചൈനയുമാണ്. അപ്പൊ അതിന്റെ ഒരു സഹായം ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ തുർക്കിയുടെ നേവൽ ഷിപ്പൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ എത്തിയത്. യഥാർത്ഥത്തിൽ സൈനിക ശക്തി കൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് ആധുനിക എല്ലാ സംവിധാനങ്ങളും കൊണ്ടും ഇന്ത്യ വലിയൊരു ശക്തി തന്നെയാണ് സൈനിക മേഖലയിലൊക്കെ. അപ്പോ പാകിസ്ഥാൻ ആണെങ്കിൽ എല്ലാ തരത്തിലും, അതായത് അവരുടെ സാമ്പത്തികപരമായിക്കോട്ടെ സൈനികപരമായിക്കോട്ടെ വലിയൊരു തകർച്ച നേരിടുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തേക്ക് വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഭീരുത്വത്തിൽ നിന്ന് വരുന്ന ശബ്ദം തന്നെയല്ലേ അത്? ഒരു യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായത് എന്തെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ആയുധങ്ങളാണ്, പട്ടാളമാണ്. ശരിയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ആവശ്യം സാമ്പത്തികമാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു കുറവും വരുത്താൻ പറ്റില്ല. സാമ്പത്തികമായിട്ടുള്ള ഇഷ്ടം പോലെ ഉള്ള തുറന്ന ഒരു ഖജനാവിനെ വെച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു യുദ്ധം നടത്താൻ പറ്റൂ. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പാകിസ്ഥാൻ സാമ്പത്തികമായി തുറന്നിരിക്കുന്നു. അപ്പോൾ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം പിടിച്ചു നിൽക്കാനുള്ള സാമ്പത്തിക ശേഷി പാകിസ്ഥാൻ ഉണ്ട്. ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം വിതരണം ചെയ്യാനുള്ള പെട്രോളും ഡീസലും പാകിസ്ഥാനിലുണ്ട്. ഇതൊക്കെ അവർക്ക് വിലയിരുത്തി തീരുമാനം എടുക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിനുള്ള വികാരമോ അതിനുള്ള വിവേകമോ ബുദ്ധിയോ ഒന്നും പാകിസ്ഥാനില്ല. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ആയത് തന്നെ. ബുദ്ധിയും ബോധവും ഇല്ലാത്തതുകൊണ്ടാണല്ലോ വേറെ പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആന്തരിക ദൗർബല്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഇപ്പൊ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകണം എന്ന് ആഗ്രഹിക്കുന്നു, പഷ്തൂണിസ്ഥാൻ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നു, സിന്ധു ദേശം സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നു, പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ആ പ്രദേശം 40 ലക്ഷം പേര് ഇന്ത്യയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ആഭ്യന്തരമായി പാകിസ്ഥാൻ തകരുകയാണ്. ഇപ്പം വെള്ളം കിട്ടാതെ വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ എതിരാകും. ഇങ്ങനെ അവരുടെ ദൗർബല്യത്തെ പരമാവധി മുതലെടുക്കേണ്ട സമയമാണിത്. ഈ പാമ്പിനെ ആക്രമിച്ച് കീഴടക്കുക എന്നതിന് പണ്ടൊരു തത്വമുണ്ട്. പാമ്പിനെ ആക്രമിക്കുക, എന്നിട്ട് പാമ്പിന്റെ വിഷം മുഴുവൻ എങ്ങനെയും പുറത്ത് കളയുക. അങ്ങനെ വിഷം ഇല്ലാതായി കഴിയുന്ന അവസരത്തിൽ പാമ്പിനെ കടന്നാക്രമിക്കാം ധൈര്യമായി. അപ്പോഴേക്കും തിരിച്ചടിക്കാനുള്ള ഒരു കഴിവ് പാമ്പിന് നഷ്ടപ്പെട്ടിരിക്കും. എന്നതുപോലെ ശത്രുവിന്റെ എല്ലാ വിധത്തിലുള്ള ദൗർബല്യങ്ങളെയും പുറത്തു കൊണ്ടുവരികയും ശത്രുവിനെ ദുർബലനാക്കാനും കിട്ടുന്ന സമയം ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ട് ദുർബലമായി കഴിയുന്ന ആ മുഹൂർത്തത്തിൽ കയറി അടിക്കുക എന്നുള്ളതും ഒരു യുദ്ധതന്ത്രം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, എപ്പോഴാണ് യുദ്ധം ആരംഭിക്കുന്നത്, എങ്ങനെയായിരിക്കും യുദ്ധത്തിന്റെ ശൈലി, ഇതൊന്നും പുറത്തു പറയാവുന്ന കാര്യമല്ല. ഒരു ഗവൺമെന്റും അത് പറയില്ല. അത് പറഞ്ഞാൽ ശത്രുരാജ്യത്തിനാണ് അതിന്റെ ഗുണം. എന്നാൽ ഇന്ത്യയെ കൊണ്ടത് പറയിപ്പിക്കണമെന്ന് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഉറിയിലും അതോടൊപ്പം തന്നെ പുൽവാമയിലൊക്കെ വലിയ നമ്മുടെ സൈനികരെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട, രാജ്യത്തെ വലിയ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള പ്രഹരമാണ് ഇന്ത്യ ഏൽപ്പിച്ചത്. അവരുടെ മാളത്തിൽ പോയി തന്നെ അവരുടെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചായിരുന്നു. അപ്പം പല ആളുകളും ഇപ്പൊ വികാരത്തിൽ ഉറ്റംകൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. എന്തുകൊണ്ട് ഇന്ത്യ കൃത്യമായിട്ടൊരു തിരിച്ചടി അല്ലെങ്കിൽ ഉടനെ തന്നെ പോയിട്ടൊരു അറ്റാക്ക് നടത്തുന്നില്ല എന്നുള്ളത്. അത് സാറ് പറഞ്ഞ പോലെ തന്നെ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു രീതിയല്ല. എല്ലാ തരത്തിലും പാകിസ്ഥാനെ ദുർബലപ്പെടുത്തി. ഇപ്പം അത് തന്നെയാണ് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ തടുക്കാനായിട്ട് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം മുട്ടിപ്പിക്കുക എന്ന് പറയുന്നത് അതിന്റെ വലിയൊരു തുടക്കം തന്നെയായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ജലയുദ്ധം എന്ന് പറയുമ്പോൾ 90% പാകിസ്ഥാന്റെ കൃഷി നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കൃഷിയുടെ 90% നശിച്ചുപോകും. അതേ തുടർന്ന് ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും, ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയും.
ആഭ്യന്തര കലാപത്തിലേക്ക് പാകിസ്ഥാൻ വീണുപോകും. ഇങ്ങനെ ഒരു ആഭ്യന്തര കലാപം നോക്കിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാൻ, പഷ്തൂണിസ്ഥാൻ സ്വതന്ത്രമാകാൻ, സിന്ധുദേശം സ്വതന്ത്രമാവാൻ. അപ്പോൾ ഒരു വലിയ പ്ലാനിങ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ വേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, യുദ്ധം അവസാനിക്കുമ്പോൾ പഴയ പാകിസ്ഥാൻ അവിടെ ഉണ്ടായിരിക്കരുത്. പുതിയ രാജ്യങ്ങൾ അവിടെ ഉദയം ചെയ്യണം. ആ പുതുതായിട്ട് ഉദയം ചെയ്യുന്ന രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളായിരിക്കണം എന്നൊക്കെയുള്ള വമ്പൻ പ്ലാനിങ്ങൾ ഇതിന്റെ പുറകിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കറിയില്ല എന്താണ് പ്ലാൻ എന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യുദ്ധത്തിന് ശേഷം ഒരു പാകിസ്ഥാൻ പഴയതുപോലെ അവശേഷിക്കുക ഇല്ല. അത്ര ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ആയിരിക്കാം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി വരാൻ പോകുന്നത്. അതായത് പണ്ട് കറാച്ചി വരെ പിടിച്ചെടുത്തു കഴിഞ്ഞ ഒരു യുദ്ധവിജയത്തിന് ശേഷം 93,000 പട്ടാളക്കാരെ ഇന്ത്യൻ ജയിലുകളിൽ ആക്കിയതിനു ശേഷം 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരെ മോചിപ്പിച്ച് തിരിച്ചു കൊടുക്കുകയും കറാച്ചി വരെ പിടിച്ചെടുത്ത ആ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ടി വന്ന ദുഃഖകരമായ ഒരു ചരിത്രം ഇന്ത്യയുടെ പട്ടാളക്കാർക്കുണ്ട് എന്ന് പറയാറുണ്ട്. ഏതായാലും അത് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തതായിരിക്കും. പക്ഷെ പിടിച്ചെടുക്കാൻ ആവശ്യമായ ഒരുക്കങ്ങളും ആവശ്യമാണ്. അതെ, വളരെ മെല്ലനെ, വളരെ പതുക്കെയുള്ള ഒരു സ്ലോ അറ്റാക്കിലാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സേനാ മേധാവികളും പ്രധാനമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നടന്നു കഴിഞ്ഞു. യുദ്ധത്തിന് പൂർണ്ണമായിട്ടും സജ്ജമാണ് ഇന്ത്യ എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പടിപടിയായിട്ട് പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അടിയുറച്ചു തന്നെയാണ് നമ്മുടെ ഭരണകൂടവും സേനയും നിൽക്കുന്നത്. അതങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത് എന്ന് രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. മണ്ടത്തരം പാകിസ്ഥാനെ പോലെ കാണിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഉടനെ കയറി ബോംബിടലല്ല ഇന്ത്യയുടെ നീക്കം. ബുദ്ധിപരമായിട്ട് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന് ഒരുപാട് നന്ദി.